ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ടും പ്ലേ സ്റ്റോറിൽ പോകുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സൈൻ ഇൻ. അതിനുശേഷം നിങ്ങൾക്ക് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നോടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ സൈൻ ഇൻ ചെയ്തിട്ടുള്ള എല്ലാ ജിമെയിൽ ഐഡീസും കാണിക്കും. അതിലൊരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ജിമെയിൽ ഐ ഡി കൊടുത്ത് സൈൻ ഇൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൺഗ്രാറ്റുലേഷൻ യുവർ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലോസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എൻ്റർ റെഫറൽ കോഡ്, അതിനുശേഷം അപ്ഡേറ്റ് നൗ എന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിലും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിരിക്കുന്ന ആ ഒരു റെഫറൽ കോഡ് തെറ്റുകൂടാതെ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ആദ്യം തന്നെ നിങ്ങളുടെ ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഡെയിലി ടാസ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ഡെയിലി ടാസ്കിൽ പോയിൻ കിട്ടും. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതേപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ആഡ് വരും, ആഡ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഡെയിലി ബോൺസ് നിങ്ങൾക്ക് ക്ലെയിം ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ഇവിടെ പ്ലേ ഗെയിം എന്ന് പറയുന്നത്. പ്ലേ ഗെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ വേറൊരു വെബ്സൈറ്റിലോട്ട് ചെല്ലുന്നതായിരിക്കും. ആ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു ക്വിസ് ആയിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആ ക്വിസിന് ശരി ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പോയിന്റ് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം വാച്ച് എ വീഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ്സ് വരും. ആഡ്സ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പോയിൻറ്റ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ജസ്റ്റ് ഇപ്പോൾ ആഡ്സ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ 5 സെക്കൻഡുള്ള ആഡ്സ് ആയിരിക്കും. ആ ആഡ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്യാൻ ഇൻറ്റു മാർക്ക് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പോകും വല സൈഡ് മുകളിലായിട്ട് ഇൻറ്റു മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു മാർക്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആഡ്സ് ക്ലോസ് ആയതിനു ശേഷം ഈ ഒരു പോയിൻറ്റ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവും. ഇതൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. കൺഗ്രാജുലേഷൻ 7 crore ക്രെഡിറ്റഡ് സക്സസ്ഫുള്ളി ചെക്ക് യുവർ വാലറ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മണി ഏൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ മണി ഏണിങ് ആപ്ലിക്കേഷനിലുള്ള ആണ്. അതായത് നിങ്ങൾക്ക് സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞത് ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിനിലോട്ട് പങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാം. അതിനുശേഷം ഹോട്ട് ഓഫേഴ്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇവിടെ ഹോട്ട് ഓഫേഴ്സിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹോട്ട് ഓഫേഴ്സിലേക്ക് വരുന്നതായും ജസ്റ്റ് ലോഡാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലോഡായി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടോ മണിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേ രൂപിക എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 200 കോയിൻ കിട്ടുന്നതായിരിക്കും. അതാണ് ഈ ഹോട്ട് ഓഫേഴ്സ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് മണി ഏൺ ചെയ്യപ്പെടുള്ളവരാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ബാക്കിലോട്ട് നിങ്ങൾ ഇറങ്ങുക. ബാക്കിലോട്ട് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫറൽ റിവാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കും എന്നാണ്. നിങ്ങൾ റെഫർ ചെയ്യുക ഒരു ആപ്ലിക്കേഷനിലേക്ക്. അപ്പം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫറൽ റിവാർഡും ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ റിവാർഡ് സെക്ഷൻ കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ 2 ഗെയിമുകളുണ്ട്. ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞാൽ അതായത് പെയർ അപ്പ് എ കാർട്ടും ഇമോജി എന്ന് പറയും. ഇത് രണ്ടും അടിപൊളിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് കണ്ടെത്തണം. ഇങ്ങനെ പേര് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും കോയിൻസ് ഏൺ ചെയ്യേണ്ട സ്ഥിതി. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഈ പെയർ അപ്പ് കാർഡ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പെയർ അപ്പ് കാർഡിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഈ ഒരു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 12 ചതുര കോളങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൽ ടച്ച് ചെയ്യണം. അപ്പം 2 എണ്ണം ഒരേപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിന്നാവുന്നതായിരിക്കും. അപ്പം ആദ്യത്തെ ഞാൻ ക്ലിക്കും ചെയ്യുന്നു. അപ്പം 50 വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നടുക്കത്ത് ഇവിടെയും ക്ലിക്ക്. അപ്പോൾ രണ്ടും കറക്റ്റായിട്ട് വന്നു. ഇതാണ് ഇപ്പോഴും ഒരുമിച്ച് വരണമെന്നില്ല. നിങ്ങളുടെ ഒരു ലെക്കിനനുസരിച്ചായിരിക്കും എപ്പോഴും വരുന്നത്. ഇപ്പം കാണാം. അപ്പോൾ ഞാൻ അടുത്ത നിങ്ങൾ ട്രൈ ചെയ്തു. ഇവിടെ ഒരു 30 വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ഞാൻ 40. അപ്പം 2 എണ്ണം ഔട്ടായി. അപ്പോൾ നിങ്ങൾ വേറെ എടുത്ത് നോക്കുക. അവിടെ 40 വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 40 വന്നു. അപ്പോൾ കറക്റ്റാണ്. നിങ്ങൾക്ക് ഒരെണ്ണം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏത് നമ്പറാണെന്നുള്ളത്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ കളിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇവിടെ 60 വന്നു. ഇവിടെ 30 വന്നു. ആവത്തില്ല. നിങ്ങൾ നോക്കി വേണം. ഇതേപോലെ നിങ്ങൾക്ക് ഓരോന്നും ഇങ്ങനെ നോക്കി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ 2 10 വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ 60 വന്ന് ഇവിടെ 60 വന്ന് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ 30 വന്നിട്ടുണ്ട്. ഇവിടെ 30 ആയി. അപ്പോൾ ഇനി 2 എണ്ണം ബാക്കിയുള്ളത് അത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. 20 ആയിരിക്കും ബാക്കിയുള്ളത്. അപ്പം മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആഡ്സ് വരും. ആഡ്സ് ക്ലോസ് ഒന്ന് ചെയ്ത് കൊടുക്കുക. ആഡ്സ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കോയിൻ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇപ്പം കാണാൻ പറ്റും നിങ്ങൾക്ക് 5 കോയിൻ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പം മറ്റേത് ഇതേപോലെ തന്നെ ഫൈൻഡ് ഔട്ട് ഓൺ വേർഡ് എന്നാണ്. അതായത് ഇമോജീസിൻ്റെതാണെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇമോജീസ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതും സെയിം ആണ്.
ഇവിടെ രണ്ടും ഒരേപോലത്തെ നമ്പർ വരുന്നു, ഇവിടെ ഒരേപോലെ ഇമോജി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഫോട്ടോ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പം ഇവിടെ 2 ഫോട്ടോ വന്നിട്ടുണ്ട്, 2 നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ അടുത്തത് നോക്കുക. ഇവിടെ ഒരു ഗിഫ്റ്റിൻ്റെ ഐക്കണമെന്ന് വന്നേക്കുന്നത്, അടുത്ത ഗിഫ്റ്റിൻ്റെ ഐക്കൺ എവിടെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ നോക്കുക എവിടെയായിരിക്കും ഗിഫ്റ്റ് ഐക്കൺ വരുന്നതെന്നുള്ളത്. അപ്പം 2 ഇമോജി സെയിം ആയിട്ടുണ്ട്, അത് ഓക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം അടുത്ത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഗെയിമിൻ്റെ റിമോട്ടിൻ്റെ ഇത് വന്നിട്ടുണ്ട് കറക്റ്റായിട്ട്. 2 ഗിഫ്റ്റിൻ്റെ ഇതും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോമി വന്നിട്ടുണ്ട്, 2 ഫോമി വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞു. ഇനി 2 വരുന്നത് സെയിം തന്നെ ആയിരിക്കാം. നിങ്ങൾക്ക് അത് കണ്ടോ, ഈ ഇത് കഴിഞ്ഞു. ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം 5 അക്കൗണ്ട്സ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ബാക്ക് വരിക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്രോ എങ്ങനെയാണെന്ന് നോക്കാം. വിഡ്രോയിലേക്കാണ് നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് വിഡ്രോയുടെ ഓപ്ഷൻ കാണാൻ പറ്റും, വാലറ്റ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വിഡ്രോയുടെ ഓപ്ഷനിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ വിഡ്രോ നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ UPIയിലോട്ടും ആമസോണിലോട്ടും അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലോട്ടും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതിലാണെന്ന് വെച്ചാൽ അതിലോട്ട് വിഡ്രോ ചെയ്യുക. നമ്മൾ UPIയിലോട്ടൊന്ന് കാണിച്ചു തരാം. UPIയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. UPIയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിനിമം വിഡ്രോ 10 രൂപയാണ്. അതായത് 1250 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 രൂപയായിട്ട് വിഡ്രോ ചെയ്യാം. ഇത് പെട്ടെന്ന് 1250 കോയിൻ റെഡിയാക്കാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ടോട്ടൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ 61 കോയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പം പെട്ടെന്നായിരിക്കും ഇതിൽ കോയിൻ ആവുന്നത്. അപ്പം എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. പേയ്മെൻറ്റിൻ്റെ പ്രൂഫ് കമ്മ്യൂണിറ്റി ടാബിൽ ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.